പത്തരമാറ്റിൻ്റെ വരാനിരിക്കുന്ന ഒരടിപൊളി എപ്പിസോഡ് റിവ്യൂലോട്ട് എൻ്റെ എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. ആദർശാണെങ്കിൽ നയനയും ദേവയാനിയും പരസ്പരം ഒത്തുകളിക്കുകയാണോ എന്നറിയാനായിട്ട് നയനയും അമ്മയും സംസാരിക്കുന്നൊക്കെ മാറി നിന്ന് കേൾക്കാൻ ശ്രമിക്കുന്നുണ്ട്. പലപ്പോഴും ആദർശിനെ കാണുന്നതും നയനയും ദേവയാനിയും പരസ്പരം ദേഷ്യം അഭിനയിക്കുന്നുമുണ്ട്. സത്യങ്ങൾ അറിയണമെങ്കിൽ ചെറിയ ചെറിയ നാടകങ്ങളെല്ലാം അരങ്ങേറണമെന്ന് ആദർശിന് തോന്നി തുടങ്ങുവാണ്. ആദർശ് നയനയോട് ദേഷ്യം കാണിച്ചു തുടങ്ങുന്നു. നയനയും ആദർശും വഴക്കിടുന്നതൊക്കെ കാണുമ്പോൾ ദേവയാനിക്ക് അത് സഹിക്കാൻ പോലും പറ്റുന്നുണ്ടായിരിക്കില്ല. താൻ കാരണം ഇനി ഇവരുടെ ജീവിതം ഇല്ലാതാവൂ എന്ന് കരുതുകയാണ് ദേവയാനി. അങ്ങനെ നയനയോട് ദേവയാനി സംസാരിക്കുന്നുണ്ട്. മോളെ നയനെ, ആദർശ് ഇപ്പോൾ നിന്റെ അടുത്ത് പണ്ടത്തെ പോലെ സ്നേഹമൊന്നും കാണിക്കുന്നില്ലല്ലോ. അത് കാണുമ്പോൾ എനിക്കെന്തോ പേടിയാവുന്നുണ്ട് മോളെ. കുഴപ്പമൊന്നുമില്ലല്ലോ അമ്മേ. അല്ല, ഇടയ്ക്ക് അവൻ എൻ്റെ അടുത്ത് വന്ന് നിന്നെക്കുറിച്ച് മോശമായിട്ടൊക്കെ സംസാരിക്കുന്നുണ്ട്. പണ്ട് ഞാൻ എങ്ങനെയാണോ നിന്നോട് പെരുമാറിയത് അതുപോലെയൊക്കെ അവൻ എൻ്റെ അടുത്ത് സംസാരിക്കുക. അത് കേൾക്കുന്നതും എനിക്കെന്തോ ഇഷ്ടാവുന്നില്ല. അതുകൊണ്ടാണ് ഞാൻ മോളോട് പറഞ്ഞത്. ആദിശേട്ടൻ എൻ്റെ അടുത്ത് പ്രശ്നമൊന്നും ഉണ്ടാക്കുന്നില്ല. ഇടയ്ക്കൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു വാക്ക് തർക്കം, അതിപ്പോൾ എല്ലായിടത്തും ഉണ്ടാവുന്നതല്ലേ. അല്ലാതെ വേറെ പ്രശ്നമൊന്നുമില്ല. എനിക്കൊരു സംശയമുള്ളത് ആദിശേട്ടൻ എന്തൊക്കെയോ സംശയമുണ്ടെന്നാ. നമ്മൾ തമ്മിൽ എന്തോ മറച്ചു വെക്കുന്നുണ്ടെന്ന് ആദർശിനൊരു തോന്നലുണ്ടെന്ന് എനിക്ക് തോന്നുന്നുണ്ട്. ഇനി അങ്ങനെയാണെങ്കിൽ ആദർശിന് അത് വലിയ സങ്കടാവില്ലേ? അതുകൊണ്ട് സത്യങ്ങളെല്ലാം ആദർശിൻ്റെ അടുത്ത് പറയുന്നല്ലേ നല്ലത്. എല്ലാം അമ്മയുടെ ഇഷ്ടം പോലെ. അമ്മ പറഞ്ഞ കാരണ ഞാനും ആദർശേട്ടൻ്റെ അടുത്ത് ഒന്നും തുറന്നു പറയാതിരുന്നത്. ഇനിയിപ്പോൾ അമ്മയെല്ലാം പറയുവാണെങ്കിൽ ആദർശേട്ടനത് സന്തോഷമാവുകയേ ഉള്ളൂ. എന്നെ ഒരുപാട് കുരങ്ങി കളിപ്പിച്ചതല്ലേ രണ്ടാളും കൂടിയിട്ട്. അതുകൊണ്ട് അവരെയും കുറച്ച് നാൾ ഇതുപോലെ പറ്റിക്കാന്നാണ് ഞാൻ കരുതിയത്. ഇനിയും മുന്നോട്ട് പോയാലേ അത് വലിയ പ്രശ്നമാവുന്ന മോളെ എനിക്ക് തോന്നുന്നേ. അതുകൊണ്ട് എല്ലാം തുറന്നു പറയുന്നല്ലേ മോളെ നല്ലത്. ഞാൻ പറഞ്ഞല്ലോ അമ്മേ, അമ്മയുടെ ഇഷ്ടം പോലെ അമ്മയ്ക്ക് തുറന്നു പറയാം. അല്ല, ഇനിയിപ്പോൾ നീ അവൻ്റെ അടുത്തെല്ലാം മറച്ചു വെച്ചതിന് നിന്നോട് ദേഷ്യം ഉണ്ടാവുമോ? അറിയില്ലമ്മേ. ആദർശേട്ടനല്ലേ, ആദർശേട്ടൻ അതൊക്കെ ക്ഷമിക്കുമെന്നാ എനിക്ക് തോന്നുന്നേ. എന്നാ ഇതെല്ലാം ആദർശ് കേൾക്കുന്നുണ്ടായിരിക്കും. തന്നോട് രണ്ടുപേരും മറച്ചു വെക്കുന്ന കാര്യം ആദർശ് അറിയുവാണ്. പിന്നീടായിട്ട് ആദർശ് നയനയെ തനിച്ചായിട്ട് സംസാരിക്കുന്നുണ്ട്. ദേ നയനെ, നീ എൻ്റെ അടുത്ത് എന്തെങ്കിലും മറച്ചു വെക്കുന്നുണ്ടോ? എന്താ ആദർശേട്ടാ? അല്ല, അമ്മ ആദർശേട്ടനെ കണ്ടിരുന്നോ? അമ്മയൊന്നും എന്നെ കണ്ടിട്ടില്ല. ഞാൻ നിന്നോടാ ചോദിച്ചത്. നിനക്ക് എന്തെങ്കിലും എൻ്റെ അടുത്ത് പറയാനുണ്ടോ? ഇനി നിന്നോട് ചോദിക്കുന്നത്, നീ എന്തെങ്കിലും എന്നിൽ നിന്ന് മറച്ചു വെക്കുന്നത് വേറെ ആരെങ്കിലും വഴി ഞാൻ അറിഞ്ഞാൽ ഞാൻ ഇങ്ങനെയായിരിക്കില്ല പ്രതികരിക്കുക. അതുകൊണ്ടാ നിന്നോട് ചോദിക്കുന്നേ, എന്തെങ്കിലും എന്നിൽ നിന്ന് മറച്ചു വെക്കുന്നുണ്ടോ? അത് പിന്നെ ആദർശേട്ടാ, അമ്മയുടെ കാര്യമല്ല ഞാൻ ചോദിച്ചത്, നിന്റെ കാര്യമാണ്. നീ എന്തെങ്കിലും എന്നിൽ നിന്ന് ഒളിച്ചു വെക്കുന്നുണ്ടോ എന്ന്. ഞാൻ ഇന്നേ വരെ നിന്നിൽ നിന്ന് മറച്ചു വെച്ചിട്ടുള്ള ഒരു കാര്യം ഉണ്ടായിട്ടില്ല. എല്ലാം നമ്മൾ തമ്മിൽ തുറന്നു പറഞ്ഞിട്ടുണ്ട്. ഇനിയും അങ്ങനെ തന്നെ ആവണമെന്നാ ഞാൻ ആഗ്രഹിക്കുന്നേ. അതല്ല, നീ എന്നിൽ നിന്ന് എന്തെങ്കിലും മറച്ചു വെക്കുന്നുണ്ടെങ്കിൽ ഞാൻ ഇങ്ങനെ ആയിരിക്കില്ല നിന്റെ അടുത്ത് പ്രതികരിക്കുക. ഇല്ല ആദർശേട്ടാ, ഞാനൊന്നും മറച്ചു വെക്കുന്നില്ല എന്ന് നയന കൂളായങ്ങ് പറയുക. ഇതെല്ലാം കേട്ട ആദർശ് വല്ലാത്ത ദേഷ്യത്തിലായിരിക്കും. ആദർശ് അങ്ങനെ അവിടെ നിന്ന് പോകുന്നുണ്ട്. തനിച്ചിരിക്കുമായിരിക്കും. അങ്ങോട്ടേക്ക് ദേവയാനി വരുന്നുണ്ട്. മോനെ, എനിക്കൊന്ന് പുറത്തു പോകണമായിരുന്നു. നീ എൻ്റെ കൂടെ വരുമോ? എന്താമ്മേ, എന്തെങ്കിലും കാര്യമുണ്ടോ? അല്ല, എനിക്ക് കുറച്ച് സാധനങ്ങൾ വാങ്ങിക്കാനാ. നീ എൻ്റെ കൂടെ വാ. അമ്മ തനിച്ചു പോയാൽ പോരെ? എന്തിനാ എന്നെ കൂട്ടി പോകുന്നേ? അല്ലെങ്കിൽ അച്ഛൻ്റെ അടുത്ത് പോരാൻ വേണ്ടി പറയൂ. അങ്ങോട്ടേക്ക് നയന വരുന്നുണ്ട്. ആദർശേട്ടാ, അമ്മ വിളിക്കുന്ന കേട്ടില്ല ആദർശേട്ടാ. അമ്മയുടെ കൂടെ എന്തെങ്കിലും വാങ്ങിക്കാനാണെങ്കിൽ പൊക്കൂടെ? ഇത് കേൾക്കുന്നതും ആദർശ് ദേഷ്യത്തോടെ പറയുന്നുണ്ട്. ദേ നയനെ, നിന്നോട് ആരെങ്കിലും അഭിപ്രായം ചോദിച്ചോ? ഇത് ഞാനും എൻ്റെ അമ്മയും തമ്മിലുള്ള സംസാരം. അതിൽ നീ ഇടപെടണ്ട. ഇത് കേൾക്കുന്ന ദേവയാനി ആദർശിൻ്റെ മുഖത്തോട്ട് ഇങ്ങനെ നോക്കുന്നുണ്ട്. ഇന്ന് ആദർശിൻ്റെ മൂടത്ര ശരിയല്ലെന്നാ തോന്നുന്നേ എന്ന് ദേവയാനി ഇങ്ങനെ ചിന്തിക്കുക. അങ്ങനെ ദേവയാനി ആദർശിനോട് പറയുന്നുണ്ട്, നിനക്ക് എന്തെങ്കിലും പ്രശ്നമുണ്ടോ ആദർശേ? ഇല്ലമ്മേ, എനിക്ക് കുഴപ്പമൊന്നുമില്ല. ഇവളുടെ പല സ്വഭാവവും എനിക്ക് തീരെ ഇഷ്ടപ്പെടുന്നില്ല. അതുകൊണ്ടാ അമ്മയെക്കൊണ്ട് അവളെ വീട്ടിൽ വന്ന് മാപ്പ് പറഞ്ഞ് വിളിപ്പിച്ചോണ്ട് വന്നു. എന്നിട്ട് അവള് അമ്മയോട് സ്നേഹം കാണിക്കുന്ന കാണുമ്പോൾ എനിക്ക് പിന്നെ ദേഷ്യം വരാതിരിക്കോ? പല കാര്യങ്ങൾ കൊണ്ടും എനിക്ക് നയനയുടെ ഇപ്പോഴത്തെ സ്വഭാവം തീരെ ഇഷ്ടപ്പെടുന്നില്ല. അമ്മേ, അവൾ കുറച്ച് ദിവസം അവളെ വീട്ടിൽ പോയി നിൽക്കട്ടെ. ഏതായാലും അവൾക്ക് ആഗ്രഹം അവളുടെ അച്ഛൻ്റെയും അമ്മയുടെയും കൂടെ നിൽക്കാനല്ലേ. അവിടെ നിൽക്കട്ടെ. അമ്മയ്ക്കൊരു പേടിയും വേണ്ട. എനിക്കൊരു പ്രശ്നവുമില്ല. ഇവളില്ലെങ്കിൽ എന്താ, എനിക്ക് ജീവിക്കണ്ടേ? അമ്മ ഇനി ആ പേരും പറഞ്ഞ് ഇവളെ വിളിച്ചോണ്ടൊന്നും വരാൻ നിൽക്കണ്ട. നീ കുറച്ച് നാളെ നിന്റെ വീട്ടിൽ തന്നെ പോയി നിൽക്ക്.
ദേ ആദർശേ, ഇപ്പോൾ ഒരു പ്രശ്നം കഴിഞ്ഞേ ഉള്ളൂ. ഇനി നീ വീണ്ടും ഓരോരോ പ്രശ്നങ്ങൾ ഉണ്ടാക്കാൻ നിൽക്കണ്ട. ഞാൻ പറയുന്നത് നീ കേൾക്ക്. എൻ്റെ കൂടെ പുറത്തോട്ട് വാ. ഞാൻ വരുന്നില്ല അമ്മേ. അമ്മ വേറെ ആരെങ്കിലും കൂട്ടിപ്പോ. എൻ്റെ മൂഡ് അത്ര ശരിയല്ല. അങ്ങനെ ആദർശ് അവിടെ നിന്ന് പോകുന്നുണ്ട്. എന്നാൽ നയനയ്ക്ക് വല്ലാത്ത സങ്കടമായിരിക്കും. നയന അമ്മയോട് പറയുന്നുണ്ട്, അമ്മേ, എനിക്ക് ആദർശേട്ടൻ്റെ ഓരോരോ വാക്കുകളും പ്രവൃത്തികളും കാണുമ്പോൾ പേടിയാവുന്നുണ്ട്. എന്തൊക്കെ ഉള്ളിൽ വെച്ച് സംസാരിക്കുന്ന പോലെയാ എനിക്ക് തോന്നുന്നേ. അമ്മേ, ഇപ്പം തന്നെ എന്നോട് ചോദിച്ചു ഞാൻ എന്തെങ്കിലും മറച്ചു വെക്കുന്നുണ്ടോ എന്ന്. ഞാൻ എല്ലാ സത്യങ്ങളും തുറന്നു പറഞ്ഞാലോ? മോളെ, ഞാൻ പറയുന്നല്ലേ നല്ലത്. നീ പറയുമ്പോൾ അത് എങ്ങനെ എടുക്കുമെന്ന് അറിയില്ലല്ലോ. ഇത്രയും നാളും നീ എന്തുകൊണ്ടാണ് പറയാതിരുന്നതെന്നൊക്കെ ചോദിച്ചാൽ മോൾ എങ്ങനെയാ അതിന് മറുപടി കൊടുക്കുക? ഞാനാദ്യം പറഞ്ഞിട്ട് മോള് പറഞ്ഞാൽ പോരെ? വേണ്ട അമ്മേ, ഇനിയും നീട്ടിക്കൊണ്ട് പോയാലേ അത് വലിയ പ്രശ്നമായിരിക്കും. അതുകൊണ്ട് ആദർശേട്ടനോട് കാര്യങ്ങളെല്ലാം ഞാൻ പറഞ്ഞോളാം. മോളുടെ ഇഷ്ടം അങ്ങനെയാണെങ്കിൽ മോള് തുറന്നു പറയേ എന്ന് ദേവിയാനി പറയുന്നു. അല്ലേ വേണ്ട മോളെ, ഞാനും വരാം. നമുക്ക് രണ്ടുപേർക്കും കൂടെ ആദർശനോട് കാര്യം പറഞ്ഞ് മനസ്സിലാക്കാം. ഇനിയും അത് മുന്നോട്ട് കൊണ്ടുപോകുന്നത് ശരിയല്ലാന്ന് തന്നെയാ എനിക്കും തോന്നുന്നേ എന്നും പറഞ്ഞ് ദേവയാനി നയനയുടെ കൂടെ ആദർശിനെ കാണാനായിട്ട് റൂമിലോട്ട് പോകുന്നുണ്ട്. ദേവയാനി ഉള്ളിൽ കയറുന്നതും ലോക്ക് ചെയ്യുന്നുണ്ട് ഡോറ്. എന്താ അമ്മേ, എന്താ കാര്യം? വീണ്ടും ഇക്കാര്യം പറയാൻ വേണ്ടിയിട്ട് തന്നെയാണോ എൻ്റെ അടുത്തോട്ട് വന്നേ? ആദർശേ, എനിക്ക് നിന്നോടേ ഒരു കാര്യം പറയാനുണ്ട്. അതിനാ ഞാൻ ഇങ്ങോട്ട് വന്നത്. അമ്മയ്ക്ക് എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ അമ്മ പറഞ്ഞോ. എന്നാ ഇവളെ കൂട്ടി എന്തിനാ ഇങ്ങോട്ട് വന്നിരിക്കുന്നേ? ആദർശേ, നിനക്കെന്നാ ഇവൾ അന്യ സ്ത്രീ ആയത്? ഇത്രയും നാളും ഇല്ലാത്ത ദേഷ്യം എന്തിനാ നീ നയനമോളോട് കാണിക്കുന്നേ? അവളെപ്പോലൊരു പെൺകുട്ടിയെ നിനക്ക് ഭാര്യയായി കിട്ടിയതേ നിന്റെ ഭാഗ്യ. ഇതാരെ ഈ പറയുന്നേ? എൻ്റെ അമ്മ തന്നെയാണോ ഈ പറയുന്നേ? നിന്റെ അമ്മ തന്നെയാ പറയുന്നേ. സത്യങ്ങളെല്ലാം ഞാൻ മനസ്സിലാക്കിയിട്ട് തന്നെയാ ഞാൻ നിന്റെ മുൻപിൽ ഈ നിൽക്കുന്നത്. നയനയാണ് എൻ്റെ ജീവൻ രക്ഷിച്ചതെന്നും എനിക്ക് ലിവർ തന്ന് സഹായിച്ചത് ഈ നയനമോളാണെന്നും ഞാൻ മനസ്സിലാക്കിയടാ. അതറിഞ്ഞതിന് ശേഷം ഞാൻ നയനയെ സ്നേഹിക്കാനായിട്ട് തുടങ്ങിയത്. ഇപ്പോൾ ഞാൻ എൻ്റെ സ്വന്തം മോളെ പോലെയാ നയനയെ കാണുന്നത്. ആണോ? എന്താ ആദിശേട്ടാ ഇതൊന്നും കേട്ടിട്ട് ആദിശേട്ടന് ഒരു സന്തോഷമില്ലാതെ നിൽക്കുന്നേ? ഞാനെന്താ സന്തോഷത്തിൽ തുള്ളി ചാടണോ ഇതൊക്കെ കേട്ടിട്ട്? നിങ്ങൾ എന്താ കരുതിയത് നിങ്ങൾ രണ്ടുപേരും ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും അവിടെ ഇവിടെയും വെച്ച് ചിരിക്കുന്നതും കളിക്കുന്നതൊന്നും മറ്റുള്ളവർ കാണുന്നില്ല എന്നോ? നിങ്ങൾ ആരെയെ പൊട്ടന്മാരാക്കുന്നത്? എന്നെയും അച്ഛനെയും മുത്തശ്ശനെയും മുത്തശ്ശിയും ഒക്കെയോ? ഇതൊക്കെ എനിക്ക് എപ്പോഴേ മനസ്സിലായതാ. നിങ്ങളുടെ ഈ നാടകം എത്ര നാൾ മുന്നോട്ട് പോകുന്ന നോക്കാൻ തന്നെയാ ഞാനും തീരുമാനിച്ചത്. ആരെയാ പറ്റിക്കുന്നേ? എന്നെയോ? നയനെ, നിന്റെ അടുത്ത് പലതവണ ഞാൻ ചോദിച്ചതാ എന്തെങ്കിലും നീ മറച്ചു വെക്കുന്നുണ്ടോ എന്ന്. നീ പറഞ്ഞിട്ട് തന്നെയല്ലേ അമ്മയോട് ഞങ്ങൾ ഇക്കാര്യങ്ങളെല്ലാം മറച്ചത്. നീ പറയണ്ടെന്ന് പറഞ്ഞുകൊണ്ട് ഞങ്ങൾ ആരും അമ്മയോട് പറഞ്ഞില്ല. അതേ നീ തന്നെ അമ്മയോടൊപ്പം കൂടിയിട്ട് ഞങ്ങളെയൊക്കെ പൊട്ടന്മാരാക്കുമല്ലേ? ഓഫീസിലിരുന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിക്കുന്നതും അതുപോലെ വീട്ടിൽ പലപ്പോഴും നിങ്ങൾ ഒരുമിച്ചിരുന്ന് സംസാരിക്കുന്നതൊക്കെ ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ട്. അന്നൊന്നും എനിക്ക് ഇങ്ങനൊരു കാര്യം അത്രയ്ക്കങ്ങ് പിടി കിട്ടിയിരുന്നില്ല. ഈ ഇടയ്ക്കാ നിന്റെ ഡയറി വായിച്ചപ്പോഴും അതുപോലെ നിങ്ങളുടെ സംസാരമൊക്കെ കൂടുതൽ ഞാൻ ശ്രദ്ധിക്കാൻ തുടങ്ങിയത്. അതോടുകൂടി എനിക്ക് കാര്യങ്ങളൊക്കെ മനസ്സിലായി. വീണ്ടും വീണ്ടും ഞാൻ നിന്റെ അടുത്ത് വന്ന് സംസാരിച്ചത് നീയായിട്ട് തന്നെ എന്നോടെല്ലാം തുറന്നു പറയുമെന്ന് കരുതിയിട്ടാ. ഇപ്പോഴും നീയല്ലല്ലോ കാര്യങ്ങളെല്ലാം പറയാൻ മുന്നോട്ട് വന്നത്, എൻ്റെ അമ്മയല്ലേ. ഞാൻ നിന്റെ ഭർത്താവാ. നീയൊന്നും മറച്ചു വെക്കരുതെന്ന് എനിക്ക് വലിയ നിർബന്ധമായിരുന്നു. ഞാനാണെങ്കിലും എൻ്റെ ജീവിതത്തിലെ എല്ലാ പ്രധാനപ്പെട്ട കാര്യങ്ങളും നീയുമായിട്ടാ ആദ്യം ഷെയർ ചെയ്യാറ്. അതുപോലെ തന്നെ നീ എന്നോടും എല്ലാം തുറന്നു പറയുമെന്ന് ഞാൻ വിശ്വസിച്ചു. അതെൻ്റെ ഏറ്റവും വലിയ തെറ്റാ, എൻ്റെ മണ്ടത്തരം. ആദർശേ, ഇങ്ങനെയൊന്നും വരുമെന്ന് കരുതിയിട്ടല്ലടാ ഞങ്ങൾ അതൊന്നും പറയാതിരുന്നത്. നീയും അച്ഛനും ചേർന്ന് എന്നെ ഒരു പൊട്ടിയാക്കിയില്ലേ, അതിന് നിങ്ങളെ ഒന്ന് പറ്റിക്കാമെന്ന് കരുതിയിട്ടാ ഞാൻ അങ്ങനെ നയനമോളോട് പറഞ്ഞത്. ആരോടും പറയണ്ട എന്ന്. നീ അവളെ കുറ്റപ്പെടുത്തലടാ. വേണ്ടമ്മേ, അമ്മ ഇനി ഒന്നും പറയണ്ട. നയനെ എങ്ങനെ ആദർശൻ്റെ അടുത്തോട്ട് വന്ന് തൊഴുതുകൊണ്ട് പറയുന്നുണ്ട്, ആദർശേട്ടാ, ഞാൻ ഇങ്ങനെയൊന്നും ഉണ്ടാവുമെന്ന് കരുതിയിട്ടല്ല, എന്നോട് ക്ഷമിക്ക്, എന്നോട് പൊറുക്ക് ആദർശേട്ടാ എന്നൊക്കെ ഇങ്ങനെ പറയുന്നു. വേണ്ട നയനെ, നീ ഇനി എൻ്റെ അടുത്ത് ഒന്നും പറയണ്ട. നിങ്ങൾ തമ്മിൽ ഇതുപോലെ സ്നേഹത്തോടെ മുന്നോട്ട് പോകണമെന്ന് ഏറ്റവും കൂടുതൽ ആഗ്രഹിച്ച ആളാ ഞാൻ. എന്നാ ഇപ്പോൾ ഇതൊക്കെ കാണുമ്പോൾ എനിക്കെന്തോ ബുദ്ധിമുട്ട് പോലെയാ തോന്നുന്നത്. എല്ലാവരും ചേർന്ന് പറ്റിക്കുക, അതും കുടുംബത്തിലുള്ള എല്ലാവരെയും. ഇത് വളരെ മോശമായി പോയി നയനെ എന്നും പറഞ്ഞ് ആദർശ് അവിടുന്ന് ദേഷ്യത്തിൽ ഇറങ്ങിപ്പോകുന്നു.